ദേഷ്യപ്പെടുന്നത്. അപ്പം പല സംഭവങ്ങളായിട്ട് സിമിലർ കേസസ് ഉണ്ടാകും. അപ്പം ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനൊരു റെഫറൻസ് അവരോട് ചോദിച്ചു. അപ്പോൾ അവരെനിക്ക് വിശദമായ പോലീസിൽ സബ്മിറ്റ് ചെയ്ത പരാതി, ഇദ്ദേഹത്തിന് HIV പോസിറ്റീവ് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ്, ഇതൊക്കെ തന്നു. പിന്നെയും ടെക്നിക്കലായിട്ട് ഇതിനകത്ത് എത്ര പോസിബിലിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ MBBS പഠിച്ച ആളൊന്നുമല്ല. അങ്ങനെ എനിക്കറിയാവുന്ന ഒരു ഡോക്ടറോട് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ, HIV പോസിറ്റീവ് ആയ ഒരു വ്യക്തി തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എയ്ഡ്സ് പകരുന്നതിൻ്റെ വളരെയധികം ഇരട്ടിയായിട്ടാണ് രണ്ട് പുരുഷന്മാർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എയ്ഡ്സ് ഉണ്ടാകുന്നത്, അല്ല എയ്ഡ്സ് പകരുന്നത്. അപ്പം എന്നോട് ആ ഡോക്ടർ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങളിത് കേട്ട് ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ മനോഭാവമുള്ള, അതായത് എനിക്കും എയ്ഡ്സ് ഉണ്ട്, നിങ്ങൾക്ക് എയ്ഡ്സ് ഇരിക്കട്ടെ എന്ന ചിന്താഗതിയിൽ പോകുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞു. അവർ പല രീതിയിൽ മനുഷ്യനെ ട്രാപ്പിലാക്കി കൊണ്ടുവരുവാണ്. ഞാനിത് വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കേസ് കഴിഞ്ഞാൽ, നമ്മുടെ എത്തി വരുന്ന ആൾക്കാർ, അതായത് ഈ നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു ആണും പെണ്ണും തമ്മിൽ ഒരു മുറി എടുത്ത് താമസിച്ചാൽ നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാകും. രണ്ടാണുങ്ങൾ തമ്മിൽ താമസിക്കുമ്പോഴോ അങ്ങനെ വലിയ വിഷയം ഉണ്ടാകത്തില്ല. പക്ഷേ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരുടെ മനോഭാവം എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റണമെന്നില്ല. അവരുടെ ഉള്ളിൽ എന്തോ ഒരു ക്രൂരമായ ചിന്താഗതിയാണെന്ന് ആലോചിക്കണം.